ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമലൈക്കും. സുഫേറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൊടുക്കുക പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതാക്കണ ഞങ്ങൾക്ക് സെല്ലിൻ്റെ അനിയൻ്റെ വീട്ടിൽ കൂടലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ നേരത്തെ പോകേണ്ടതായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാണ് പോകാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സെല്ല് കുട്ടികളെ ട്രിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ രാവിലത്തെ വൈകുന്നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സെല്ല് വന്നപ്പോൾ തന്നെ 4:30 കേട്ടോ. പിന്നെ കുളിയും നനയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം സമയം 5 മണിയായിട്ട് 5 മണിയായപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് തന്നെ കേട്ടോ. പിന്നെ സച്ചിമോന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ മുത്തുമോനും പോയിട്ടുണ്ടായിരുന്നു. തോന് പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ അവിടെ സ്ട്രൈക്കായിട്ട് പിന്നെ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണം മേപ്പാടി വന്നിട്ടോ. മേപ്പാടി വന്ന് നോക്കുമ്പോൾ ബാങ്കിലൊന്ന് കയറേണ്ടിയിരുന്നു കേട്ടോ. അങ്ങനെ ബാങ്കിലൊക്കെ ഒന്ന് കയറിങ്ങാണ്ട് പിന്നെ എന്താക്കി, പിന്നെ ഇവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ കേട്ടോ. അപ്പോൾ അവിടെ ഒരു പെണ്ണിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ കളിയൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ വെറുതെ ഇരുന്നോളി ഞങ്ങളെപ്പോലെയല്ല പെണ്ണുങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം. പിന്നെ റിച്ചുമോന് പിന്നെ കാലുകൊണ്ട് വയ്യാത്തതുകൊണ്ട് അവന് സ്കൂൾക്ക് മാർക്കൊന്നും പോകലില്ല കേട്ടോ. കാരണം കാലിൻ്റെ എല്ല് പൊട്ടിയതിൻ്റെ ശേഷം ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ ഏകദേശം 2.5 മാസമായിട്ടോ. അപ്പോൾ ഇതാക്കണ പിന്നെ അങ്ങനെ ഞങ്ങൾ മേപ്പാടിയിൽ നിന്ന് കഴിഞ്ഞു കേട്ടോ. പിന്നെ കൽപ്പറ്റ എത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ നല്ല മഴയായിട്ട് പെരും മഴയാണ് കേട്ടോ. അങ്ങനെ ഫോണോടുത്ത് പിന്നെ എന്താ പറയുക ചായക്ക് കുടിക്കണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക മഴ കാരണം എവിടെ ഇറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണേ ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരത്തെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഞങ്ങൾക്ക് വിചാരിച്ചിരുന്നു ഞായറാഴ്ചയൊക്കെ ഇനി ഞങ്ങൾക്ക് എന്തായാലും നമ്മളെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാമെന്ന്. പക്ഷേ ഞായറാഴ്ച അല്ലായിരുന്നു കേട്ടത്, ഇട ദിവസമായിരുന്നു കേട്ടോ. പിന്നെ വ്യാഴാഴ്ച ആയിരുന്നു. അതുകൊണ്ട് പിന്നെ എല്ലാവരും സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊന്നും മുടക്കാനും പറ്റിയില്ല കേട്ടോ. പിന്നെ റിച്ചുവിനെയും കൊണ്ട് എങ്കിലും പോകാൻ പറ്റില്ല. അങ്ങനെ വണ്ടിയിൽ എല്ലാവരും ബസ്സിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് കാക്കാനെ കാത്തു നിന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതാക്കണം കമ്പളക്കാട് ടൗണിലെത്തിയിട്ടോ. അങ്ങനെ അവിടേക്ക് പിന്നെ വയറൊക്കെ വാങ്ങേണ്ടിയിരുന്നു കേട്ടോ. ലൈറ്റിനില്ല, അതൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങളങ്ങനെ പോണത് കേട്ടോ. അങ്ങനെ ഇതാക്കണതാണ് കേട്ടോ വീട്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്തിട്ടോ. അങ്ങനെ ഇതാക്കണേ ഞങ്ങൾ കൊടുന്നവിടെ ഇറക്കിട്ടോ. അങ്ങനെ ചെറിയ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അങ്ങനെ വന്നിട്ടോ. അങ്ങനെ ഇതാക്കണേ ഞങ്ങളങ്ങനെ സംസാരിച്ചെടുക്കണ്ട. അങ്ങനെ ഞങ്ങൾ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ പിന്നെ മഗ്‌രിബൊക്കെ ആ സമയമാകുമ്പോഴത്തേനേ ഉള്ളൂ വരിക കേട്ടോ. പിന്നെ ഇവിടെ ഇതാക്കണം മുത്തശ്ശി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, ഇളച്ചി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം അവരൊക്കെ എന്തോ പണിയിലാണ് കേട്ടോ. പിന്നെ ഇളച്ചിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ ആങ്ങളെയും വൈഫും അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണ പിന്നെ എല്ലാവരും ഇങ്ങനെ വർത്താനൊക്കെ പറയാൻ കേട്ടോ. ഇവിടെ പിന്നെ വീട് പറയാനാണെങ്കിൽ അടിപൊളി വീട് കേട്ടോ. അപ്പോൾ ഇതാക്കണ പിന്നെ ഒത്തിരി ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ അങ്ങനെ വരല് തുടങ്ങിയേക്കും കേട്ടോ. പിന്നെ മഗ്‌രിബിൻ്റെ ശേഷമാണ് കേട്ടോ പരിപാടി ഉള്ളത്, പിന്നെ സുബഹിക്ക് ശേഷമൊന്നുമല്ല. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും പിന്നെ വരാനും പോകാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഉസ്താദൊക്കെ ഒന്ന് കണ്ട് മഗ്‌രിബൊക്കെ ഇവിടെ തന്നെ എല്ലാവരും നിസ്കരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണം നമുക്ക് പിന്നെ ദുആയും കാര്യങ്ങളും മൗലൂദും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതാക്കണ പിന്നെ നമ്മൾ അടുപ്പ് കത്തിക്കാൻ കേട്ടോ. അങ്ങനെ ഇതാക്കണ ഉസ്താദും വല്യമ്മയും പിന്നെ ഉമ്മയും അങ്ങനെ എല്ലാവരും പാടെ കൂടിയാണ്ടാണ് കേട്ടോ അടുപ്പൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ പാലൊക്കെ തിളച്ചിട്ടോ. പിന്നെ ചായ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, പിന്നെ ബേക്കറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പം പറയാനാണെങ്കിൽ അടിപൊളി ഉണ്ണിയപ്പം കേട്ടോ. നല്ല പാൽ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ വരുന്നവർക്ക് അങ്ങനെ ചായയും പിന്നെ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ അങ്ങനെ കൊടുത്തിട്ടോ. പിന്നെ ഇതാക്കണം പിന്നെ അവരെ വല്യമ്മാൻ്റെ ആങ്ങളെയാണ് കേട്ടോ. പിന്നെ മൗലൂദ് ചൊല്ലുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം മൗലൂദും ഒക്കെ ചൊല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ദുആയും കാര്യങ്ങളൊക്കെ നല്ലൊരു പിന്നെ ആ ഒരു വീട്ടിൽ കൂടലിൻ്റെ അന്ന് തന്നെ നമുക്ക് നമ്മളതിൽ മൗലൂദും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ റാഹത്തായാണ് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാക്കണം പിന്നെ നമുക്ക് ഇനി ചോറ് വിളമ്പാണ് കേട്ടോ. ചോറ് വിളമ്പുമ്പോൾ നമ്മൾ ചിക്കനും പിന്നെ സാലഡും പിന്നെ അച്ചാറും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം കേട്ടോ. പിന്നെ ഇതാക്കണം പിന്നെ താത്ത പിന്നെ ചോറ് വെച്ചിട്ട് കൊണ്ടുവന്നു കേട്ടോ. നല്ല ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ താത്ത പിന്നെ അതിൻ്റെ അടിയിലാണ് പിന്നെ ബീഫും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി മറിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചോറ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഏകദേശം ആളുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലായിടത്തും ഇരുത്തി റൂമിലും പിന്നെ ഇവിടെ ഹാളിൽ പിന്നെ പുറത്തൊക്കെ അങ്ങനെ കുറേ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ പോയിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം വീഡിയോ എടുത്തൊന്നും അങ്ങനെ ശരിയായിട്ടില്ല കേട്ടോ. സച്ചുമോനാണ് എടുത്തത്. അപ്പോൾ പിന്നെ ഇതാക്കണം എല്ലാവരും പോയി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലെല്ലാവരും പാടെ ഇതാക്കണം ഇറച്ചി മുത്തച്ചി അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഫാമിലി ഇരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടോ. നല്ല റാഹത്തായിട്ടോ. കുടിയിരിക്കലൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല സൗകര്യമുള്ളൊരു വീട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.